ഹലോ, ഇന്ന് നമുക്കൊരു പാലപ്പം ഉണ്ടാക്കാം. ക്രിസ്മസിനും ന്യൂ ഇയറിനുമൊക്കെ ഞാൻ ഉണ്ടാക്കിയ പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളാണ്. അല്പം ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഒരുവിധം കുമിച്ച് ഒരു പാത്രത്തിൽ അളന്ന് വെച്ചിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പൊടി, അര ഗ്ലാസ് വെള്ളം, 250 ml ഗ്ലാസ്സാണ് ഞാൻ പറയുന്നത് അളവ്. അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കപ്പി കാച്ചുക എന്നാണ് പറയുന്നത്. കപ്പി കാച്ചി മാറ്റി വെക്കണം. നമ്മൾ അളന്ന് വച്ചിരിക്കുന്ന പൊടിയിലേക്ക് 1 ഗ്ലാസ് പൊടിയാണ് അളന്ന് വച്ചിരിക്കുന്നത്. അതിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് അത് കുതിരാനായിട്ട് വെക്കുക. ഈ സമയത്ത് മിക്സിയുടെ ഒരു വലിയ ബൗളിൽ അര ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ ആകാം. അര ഗ്ലാസ് മിനിമം. അര ഗ്ലാസ് ഇളപ്പൻ തേങ്ങയാണ്. ഇളവൻ തേങ്ങ, ഒരുപാട് മൂത്ത തേങ്ങ എടുക്കരുത്. തേങ്ങ ചിരകിയത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒരുവിധം അരഞ്ഞ് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടികളും ഈസ്റ്റും അതേപോലെ കുറുക്കി വെച്ചിരിക്കുന്ന കപ്പി കാച്ചി വെച്ചിരിക്കുന്നതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിലാക്കിയിട്ട് പൾസ് മോഡലിൽ 1-2 പ്രാവശ്യം പൾസ് ചെയ്തിട്ട് വീണ്ടും സ്പീഡിൽ 1 മിനിറ്റ് അരച്ചെടുക്കുമ്പോൾ നല്ല കുറുകിയ മാവ് കിട്ടും. ഇത് ഒരുവിധം വലിയൊരു പാത്രത്തിലാക്കി അടച്ച് വെച്ചത് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ മാവ് പുളിച്ച് പൊങ്ങി വരും. ഇതിന് ഈസ്റ്റ് ഇത്രയും ചേർത്തത് കൊണ്ട് ഈസ്റ്റിൻ്റെ അരുചിയോ ഒന്നും ഉണ്ടാകുകയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. ഒരുവിധം ചൂടായി കഴിയുമ്പോൾ തീ കുറച്ചിട്ട് അതിൻ്റെ അകവശം ഒരു തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചതിൻ്റെ എണ്ണയുടെ ആവശ്യമേ ഇല്ല. തുണി കൊണ്ട് തുടച്ചതിൻ്റെ ചൂട് ക്രമീകരിച്ചിട്ട് ഓരോ തവി കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് എടുത്താൽ നമ്മുടെ സൂപ്പർ പാലപ്പം ഇവിടെ റെഡിയാകും. ഇതിനകത്ത് എത്ര കുഴികളുണ്ടെന്നോ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം നല്ല രുചികരമായ തേങ്ങായും ഇളപ്പൻ തേങ്ങയായിരിക്കണം. തേങ്ങായും അരിപ്പൊടി കൊണ്ട് ചേർത്ത പാലപ്പമാണ്. ഞാൻ പാലപ്പം ഉണ്ടാക്കി കുറേ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കൊച്ചുമക്കളും +1കാരിയും 7ാം ക്ലാസ്സുകാരനും ഒക്കെ വന്ന് അപ്പം ചൂടാൻ എന്നെ സഹായിച്ചു. അവർ നല്ല സൂപ്പറായിട്ട് കറക്കിയെടുത്ത് നല്ല അപ്പം ഉണ്ടാക്കി. നല്ല രുചികരമായ അപ്പമാണ്. ക്രിസ്മസ് മുതൽ ഇന്നലെ വരെയും ഞാനിത് 1-2 ദിവസങ്ങളിൽ ഉണ്ടാക്കും. എൻ്റെ 2 പെൺമക്കളുടെ വീട്ടിൽ നിന്ന് അവർ ബന്ധുക്കാർ വന്നപ്പോഴും മക്കളും കൊച്ചുമക്കളും എല്ലാം ഉള്ളപ്പോഴും ഞാൻ ഈ പാലപ്പമാണ് ഉണ്ടാക്കിയത്. നല്ല രുചികരമാണ് തേങ്ങയോട് ചേർക്കുന്നതുകൊണ്ട്. അല്ലാതെയും പല രീതികളിൽ നമുക്ക് ഉണ്ടാക്കാം. അതിലെല്ലാത്തിലും നല്ല ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. ഓക്കെ, താങ്ക് യു.